2018 മെയ്യിലാണ് സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാനായി സർക്കാർ ജസ്റ്റിസ് ഹേമ മുൻ ജഡ്ജിയായിട്ടുള്ള ഹേമയെ കമ്മീഷനായി നിയമിക്കുന്നത്. ജസ്റ്റിസ് ഹേമയ്ക്കൊപ്പം KB വത്സലകുമാരി, നടി ശാരദ എന്നിവരായിരുന്നു അംഗങ്ങൾ. രാജ്യത്ത് തന്നെ ആദ്യമായായിരുന്നു ഒരു സർക്കാർ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മീഷനെ നിയോഗിച്ചത്. 1.5 വർഷത്തിന് ശേഷം 2019 ഡിസംബർ 31 ഹേമ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. ചലച്ചിത്ര മേഖലയിൽ ലിംഗസമത്വം മുൻനിർത്തി വിപ്ലവകരമായ മാറ്റത്തിന് വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന റിപ്പോർട്ട് ആണ് സമർപ്പിച്ചത്. സിനിമയിലെ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ ലൈംഗിക പീഡനം, തൊഴിൽപരമായ വിവേചനം, ലിംഗവിവേചനം എന്നിവ നേരിടുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു എന്നാണ് പുറത്ത് വന്ന ചില സൂചനകൾ. സിനിമകളിൽ അവസരം ലഭിക്കുന്നതിന് ലൈംഗിക ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുക്കണമെന്ന സാഹചര്യം, ചിത്രീകരണ സ്ഥലത്ത് ശുചിമുറിയോ വസ്ത്രം മാറാനുള്ള സൗകര്യമോ ഉണ്ടാവാത്ത അവസ്ഥ, അതിക്രമങ്ങൾക്കൊപ്പം അശ്ലീല പദപ്രയോഗങ്ങൾ സ്ത്രീകൾക്കെതിരെ ഉപയോഗിക്കുന്നു തുടങ്ങി സ്ത്രീ സുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന കടുത്ത ചൂഷണങ്ങൾ കമ്മീഷൻ കണ്ടെത്തിയിരുന്നു. സിനിമ എന്ന തൊഴിലിടം മെച്ചപ്പെടും. ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ ഈ റിപ്പോർട്ടിലെ ശുപാർശകൾ സർക്കാർ അംഗീകരിച്ചാൽ സിനിമ എന്ന തൊഴിലിടം മെച്ചപ്പെടുമെന്നാണ് ജസ്റ്റിസ് ഹേമ പറഞ്ഞത്. ഇപ്പോൾ ഞങ്ങളോടൊപ്പം സംസ്ഥാന വനിതാ കമ്മീഷൻ മുൻ അംഗവും BJP നേതാവുമായ ഡോക്ടർ J. പ്രമീള ദേവി ചേരുന്നു. ഡോക്ടർ പ്രമീള ദേവി, എന്തായാലും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പരസ്യമാക്കും. നേരത്തെ തന്നെ സർക്കാർ ഈ റിപ്പോർട്ട് സെൻഷർ ചെയ്തതിന് ശേഷമാണ് പുറത്തുവിടുക എന്ന് അറിയിച്ചിരുന്നു. റിപ്പോർട്ട് ഒരു കാരണവശാലും പുറത്തുവിടരുതെന്ന ഹർജിയാണ് ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. എങ്ങനെ കാണുന്നു? തീർച്ചയായും ഏറ്റവും നീതിയുക്തമായ, ന്യായയുക്തമായ, ജനായത്തപരമായ ഒരു വിധി എന്ന നിലയ്ക്ക് ഞാൻ വളരെ സന്തോഷത്തോടെ ഹൃദയപൂർവ്വം ഈ വിധിയെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഈ വിധി മറച്ചുവെക്കപ്പെടേണ്ടതാണ് എന്ന തരത്തിലുള്ള ഒരു ഹർജി സ്ത്രീ സുരക്ഷയ്ക്ക്, സ്ത്രീയുടെ അടിസ്ഥാനപരമായ അന്തസ്സിന് എതിരെയുള്ള ഒരപേക്ഷയായിരുന്നു, ഒരു പെറ്റീഷനായിരുന്നു എന്ന് പറയാതിരിക്കുക വയ്യ. കാരണം ജനങ്ങൾക്കറിയാൻ അവകാശമുണ്ട്, ഇന്ന് നാം ജീവിക്കുന്ന കാലഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ മാധ്യമം, ഏറ്റവും ജനകീയമായ മാധ്യമം എന്ന നിലയ്ക്ക് സിനിമാ മേഖലയിൽ നടക്കുന്നത് എന്താണെന്നറിയാൻ ജനങ്ങൾക്ക് പൂർണ്ണമായ അവകാശമുണ്ടെന്നിരിക്കെ ഒരു വ്യക്തി വളരെ ഗൂഢമായ, എന്ത് കാരണത്താൽ എന്ന് അദ്ദേഹത്തിന് പോലും പുറത്തു പറയാൻ പറ്റാത്ത വിധം ഗൂഢമായ ഒരു കാരണത്താൽ അദ്ദേഹം അങ്ങനെ ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ തീർച്ചയായും അതിനെ പബ്ലിക്കിൽ നിന്നും മറച്ചു വെക്കാനുള്ള ഒരു ശ്രമം നടത്തുമ്പോൾ ഹൈക്കോടതി ഏറ്റവും ജനാധിപത്യപരമായ, നീതിയുക്തമായ ഒരു തീരുമാനമാണ്, വിധിയാണ് ഇന്ന് പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. മാതൃകാപരമാണ്. ജസ്റ്റിസ് ഹേമ പ്രതീക്ഷിക്കുന്നത് പോലെ സിനിമ എന്ന തൊഴിലിടം ശുദ്ധീകരിക്കപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും സ്ത്രീക്ക് മറ്റേതൊരു തൊഴിലിടത്തും എന്നതുപോലെ അന്തസ്സോടെയും അഭിമാനത്തോടെയും ജോലി ചെയ്യാൻ സിനിമാ മേഖലയിലും സാധിക്കും. ചലച്ചിത്ര മേഖല ഒരു ശുദ്ധീകരണത്തിന്റെ വക്കിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്താദ്യമായി കേരളത്തിൽ മലയാള ചലച്ചിത്ര മേഖല ഒരു വലിയ മാറ്റത്തിന് വഴി തുറക്കുന്ന വിധിയായിരിക്കും ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജനങ്ങൾക്ക് സത്യാവസ്ഥ അറിയാനുള്ള ഈ അവസരത്തെ, വളരെ നീതിയുക്തമായ കോടതി വിധിയെ ഞാൻ വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ പ്രമീള ദേവി, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ 2019 ഡിസംബർ 31 ജസ്റ്റിസ് ഹേമ, അതുപോലെ KB വത്സലകുമാരി, അഭിനേത്രി ശാരദ തുടങ്ങിയവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. നോക്കൂ, ഏകദേശം 5 വർഷമായിട്ട് ഇത് കോൾഡ് സ്റ്റോറേജിലാണ്. 1,06,50,500 രൂപയാണ് സർക്കാർ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്കായിട്ട് ചെലവഴിച്ചത്. ഈ തൊഴിലിടം, സിനിമ എന്ന ചലച്ചിത്ര മേഖല എന്ന തൊഴിലിടം ശുദ്ധീകരിക്കാനാണ് ഇത്തരത്തിൽ ഒരു കമ്മീഷനെ നിയോഗിച്ചത്. ആ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങൾ അത് പെട്ടെന്ന് നടപ്പിലാക്കേണ്ടതിന് പകരം ഈ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ ഉള്ളടക്കം അത് ഇപ്പോൾ സെൻഷർ ചെയ്തിട്ടാണ് സർക്കാർ ഇപ്പോൾ പുറത്തുവിടാൻ പോകുന്നത്. ഇനി എന്തായാലും പുറത്തു വരും. പക്ഷേ എങ്കിലും സർക്കാർ അതിൽ ചില സെൻസറിങ് ഏർപ്പെടുത്തിയിരിക്കുന്നു. ചിലത് പറയാൻ പാടില്ല, അല്ലെങ്കിൽ പുറത്ത് പറയാൻ പറ്റില്ല എന്ന രീതിയിലാണ്. സ്വാഭാവികമായി ഈ മേഖലയിൽ ജസ്റ്റിസ് ഹേമ കമ്മീഷന് മൊഴി കൊടുത്ത ചലച്ചിത്ര താരങ്ങൾ, നടികൾ, അതുപോലെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദഗ്ധർ
അവരുടെ മൊഴികൾ അത് പുറത്ത് വിടരുത്, ശരിയാണ്. പക്ഷേ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെ പുറം ലോകം അറിയേണ്ടതല്ലേ? നമ്മുടെ സമൂഹം അവരെ തിരിച്ചറിയേണ്ടതല്ലേ? തീർച്ചയായിട്ടും അനിൽ നമ്പ്യാർ, അതൊരു വളരെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. ഇതിലൊരു സെൻസറിങ്ങിന്റെ ആവശ്യമില്ല എന്നതാണ് സത്യം. ഈ ചലച്ചിത്ര പ്രവർത്തകർ, അവർ അഭിനേത്രിമാരായാലും ശരി, സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരായാലും ശരി, അവർ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് തുടക്കമാകും തങ്ങൾ സത്യസന്ധമായ മൊഴി നൽകുന്നത് എന്ന ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷയോടെയുമാണ്. അപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെ സംരക്ഷിക്കുന്ന തരത്തിൽ ചിലത് മറച്ചുവെച്ചും ചിലത് പൊതിഞ്ഞു വെച്ചും ചിലത് അപ്പാടെ മായ്ച്ചു കളഞ്ഞുമുള്ള ഒരു പുറത്തിറക്കൽ പൂർണ്ണമായ അർത്ഥത്തിൽ ഇത് പ്രയോജനകരമാകാൻ സഹായിക്കും എന്ന് പറയുക വയ്യ. കാരണം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ച കാര്യങ്ങൾ പുറത്തു വരട്ടെ. ഇത് കാലാകാലങ്ങളായി ചലച്ചിത്ര മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അവർക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച്, ശാരീരികമായ ആക്രമണങ്ങളോ വാക്കുകൾ കൊണ്ടോ ആംഗ്യവിക്ഷേപങ്ങൾ കൊണ്ടോ അവർക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് അവർ തുറന്നു പറയുമ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് ആര് തന്നെയാണെങ്കിലും ശരി, അത് പുറത്തു വരികയാണ് വേണ്ടത്. ജനങ്ങൾക്കതറിയാനുള്ള അവകാശമുണ്ട്. കാരണം സമൂഹം മറ്റേതൊരു തൊഴിൽ മേഖല പോലെയും ഇതിനെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇത് ചിലരുടെ ഔദാര്യം കൊണ്ടോ ചിലരുടെ പ്രത്യേക താല്പര്യം കൊണ്ടോ അവസരങ്ങൾ കൊടുക്കുന്ന ഒരു മേഖല എന്ന അവസ്ഥയിൽ നിന്നും മാറ്റമുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു നിലപാട് സ്വാഗതാർഹമാണെന്ന് പറയാൻ ഒട്ടും സാധിക്കില്ല. സത്യത്തിൽ ഇക്കാര്യത്തിൽ ഒരു സെൻസറിങ് ആവശ്യമില്ലെന്നതാണ് യാഥാർത്ഥ്യം. സത്യസന്ധമായ റിപ്പോർട്ട്, ജസ്റ്റിസ് ഹേമ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ട് അതേപടി വെളിച്ചം കാണുകയാണ് വേണ്ടത്. കേരളത്തിലെ പ്രബുദ്ധമായ പൊതുസമൂഹം അത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അത് ചലച്ചിത്ര മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക്, പല കാലങ്ങളായി പലതരത്തിൽ ബുദ്ധിമുട്ടുകൾക്കിരയായ വനിതകൾക്ക് ആത്മവിശ്വാസം മാത്രമല്ല ആത്മാഭിമാനം നൽകാനും സഹായിക്കും എന്നതാണ് സത്യം.